സ്കൂൾ തലം മുതൽ ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്താണെന്ന് നമ്മുടെ കുട്ടികൾ വ്യക്തമായി തന്നെ പഠിച്ചു വളരുന്നുണ്ട്. കാമുകനാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും നിങ്ങളുടെ അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിക്കാൻ പെൺകുട്ടികൾ അനുവദിക്കരുത്. പ്രണയബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ പാകപ്പിഴകൾ മതി ജീവിതം തന്നെ കീഴ്മേൽ മറിയാൻ. പത്തനംതിട്ടയിൽ ഗർഭിണിയായ +2 വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ പുറത്തുവന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. പെൺകുട്ടിയുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ പിതാവ് സഹപാഠി തന്നെയെന്ന് DNA പരിശോധനാ ഫലം വ്യക്തമാക്കുന്നു. പെൺകുട്ടിയുടെ മരണശേഷം സഹപാഠി ആലപ്പുഴ സ്വദേശി അഖിലിനെ പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം 25-നാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ 17-കാരിയുടെ മരണം സംഭവിച്ചത്. പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്ന സഹപാഠി അഖിലിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അഖിൽ കുറ്റസമ്മതം നടത്തിയതിനു പിന്നാലെയാണ് DNA സാമ്പിൾ ശേഖരിച്ച് പോലീസ് പരിശോധനയ്ക്ക് അയച്ചത്. പെൺകുട്ടി ഗർഭിണിയായതിന്റെ ഉത്തരവാദി ഇയാൾ തന്നെയെന്ന് സ്ഥിരീകരിക്കുന്നതാണ് DNA ഫലം. കഴിഞ്ഞ മാസം 22-നാണ് പനിയെ തുടർന്നുണ്ടായ അണുബാധയ്ക്ക് പെൺകുട്ടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. 25-ാം തീയതി പുലർച്ചെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ പെൺകുട്ടി മരിച്ചു. 17-കാരിയുടെ മരണത്തിൽ സംശയം തോന്നി പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് 5 മാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. ഗർഭമലസിപ്പിക്കാൻ പെൺകുട്ടി അമിത അളവിൽ മരുന്ന് കഴിച്ചെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയുടെ ബാഗിൽ നിന്ന് കിട്ടിയ കത്തടിസ്ഥാനമാക്കി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സഹപാഠിയെ അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെ വീട്ടിലെത്തി ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി അഖിൽ മൊഴി നൽകിയിരുന്നു. 18 വയസ്സും 6 മാസവുമാണ് ഇയാളുടെ പ്രായമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പത്തനംതിട്ട.